ആരെങ്കിലും ഭയത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും വല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ക്രിസ്തുവിലേവർക്കും എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. ബൈബിളിനകത്ത് ഉടനീളം നമ്മൾ കാണുന്ന ഒരു പദമാണ് ഭയപ്പെടരുത്. പല പുസ്തകങ്ങൾക്കകത്തും ദൈവാത്മാവിൽ പരിശുദ്ധാത്മാവ് എഴുതി ചേർത്തൊരു പദമാണ് ഭയപ്പെടേണ്ട. സെഫന്യാവിൻ്റെ പ്രവചന പുസ്തകം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ദൈവവചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അന്നാളിൽ അവൻ യെരുശലേമിനോട് ഭയപ്പെടരുതെന്നും സിയോനോട് അധൈര്യപ്പെട്ടു പോകരുതെന്നും പറയും. പ്രിയപ്പെട്ടവരെ, ഈ അധ്യായം നാം വായിക്കുമ്പോൾ സെഫന്യാ പ്രവാചകൻ പ്രവചിച്ചു പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം ജെറുസലേമിന് നേരെയുള്ള ശിക്ഷയെക്കുറിച്ചും, രണ്ടാമത് രക്ഷയുടെ വാഗ്ദത്തത്തെക്കുറിച്ചും പ്രവചിക്കുകയാണ്. ഒരു സമയം ദൈവസ്നേഹം വിട്ട് മാറിപ്പോയി പാപത്തിലേക്ക് തിരിഞ്ഞ ദൈവിക സന്തോഷവും ദൈവിക രക്ഷയൊക്കെ നഷ്ടപ്പെട്ടു പോയ കൂട്ടം. പക്ഷെ അവർ കർത്താവിലേക്ക് മടങ്ങി വന്നപ്പോൾ ദൈവിക വാഗ്ദത്തങ്ങളെ നഷ്ടപ്പെട്ടു പോയ സന്തോഷം, രക്ഷ, സമാധാനം, ആനന്ദം, ഇതിനെല്ലാം ദൈവം മടക്കി കൊടുക്കുമെന്ന് ദൈവം വീണ്ടും അവരോട് വാഗ്ദത്തം പറയുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ആരെങ്കിലും ഭയത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും വല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളോടായി ഇന്ന് പകൽ പ്രഭാതത്തിൽ സംസാരിക്കുന്നത്. ആമേൻ. ഭയപ്പെടുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പേടിച്ചിരിക്കുവാൻ, അധൈര്യപ്പെട്ട് മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. വചനം ഇങ്ങനെ പറയുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നമ്മളെ താങ്ങുവാനും നമ്മളെ രക്ഷിക്കുവാനും നമ്മളെ ബലപ്പെടുത്തുവാനും സർവശക്തനായ ദൈവം നമ്മളോട് കൂടെ ഉള്ളപ്പോൾ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുടെ മധ്യേ ഒരിക്കലും പതറിപ്പോകുവാൻ, ഒരിക്കലും ഭയപ്പെട്ട് മാറുവാൻ, ഒരിക്കലും അധൈര്യപ്പെട്ടു പോകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക, എല്ലാ ജീവിതത്തിലെ ഭയങ്ങളും എല്ലാ ഭാരങ്ങളും മാറിപ്പോകട്ടെ. ക്രിസ്തുവിൽ ഉറപ്പുള്ളവരായി, ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി എല്ലാ ജീവിതത്തിൻ്റെ ഭയങ്ങളെ മാറ്റിവെച്ചിട്ട് ദൈവം നമ്മളോട് പറഞ്ഞ പ്രോമിസിനകത്ത്, ദൈവിക രക്ഷയിൽ, ദൈവിക വാഗ്ദത്തത്തിനകത്ത് ഉറച്ചു നിൽക്കുവാനും ആ ദൈവിക സന്തോഷത്തിനകത്ത് ജീവിപ്പാനും കർത്താവ് നമ്മെ ഏവരെ സഹായിക്കട്ടെ. ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി വിശ്വസിക്കുന്നു. ഭയപ്പെടേണ്ട, കർത്താവ് ഇന്ന് പകൽ നമ്മളോട് കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ആമേൻ.